കോഴിക്കോട് ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്കിടയിലാണ് ഞാൻ വളർന്നത്. എനിക്കിപ്പോഴും ഉള്ള അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ആ കുടുംബങ്ങൾ നമ്മളുമായിട്ടൊക്കെ എത്ര ക്ലോസ് ആണ്, അവർ എങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്, എനിക്ക് കൃത്യമായിട്ട് അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കെതിരായ പ്രതികരണങ്ങൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൂടും. മാധ്യമരംഗത്ത് നട്ടല് പണയപ്പെടുത്താത്ത മാധ്യമപ്രവർത്തകയാണ് സ്മൃതി പരുത്തിക്കാട്. അതും റിപ്പോർട്ടർ ചാനലിലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. റിപ്പോർട്ടർ ചാനൽ തന്നെ അവരുമായി നടത്തിയ ഒരു അഭിമുഖം നമുക്ക് കാണാം. കോഴിക്കോട് ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്കിടയിലാണ് ഞാൻ വളർന്നത്. എനിക്കിപ്പോഴും ഉള്ള അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ആ കുടുംബങ്ങൾ നമ്മളുമായിട്ടൊക്കെ എത്ര ക്ലോസ് ആണ്, അവർ എങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്, എനിക്ക് കൃത്യമായിട്ട് അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കെതിരായ പ്രതികരണങ്ങൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്. ഇടതുപക്ഷത്തെക്കുറിച്ച് എന്താണ് നിലപാട്? എൻ്റെ അച്ഛനായാലും സി പി എം പാർട്ടി EMS പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്ത് പറയുമ്പോഴും പറയാം. EMS പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുക. അദ്ദേഹം MN വിജയനുമായി അടുത്ത് നിന്ന വ്യക്തിയാണ്. വിജയമാഷോട് പാർട്ടി എങ്ങനെയാണ് അവസാനം പെരുമാറിയെന്ന് നമുക്കറിയാവുന്നത്. ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയോട് അകന്നിട്ടുണ്ട്. സ്ത്രീകൾ വിമർശനത്തിന് അതീതരാണൊന്നുമില്ല കേട്ടോ, അങ്ങനൊരു അഭിപ്രായമേ എനിക്കില്ല. അപ്പോൾ ആസ് എ മാധ്യമപ്രവർത്തക എന്നെ വിമർശിക്കാനുള്ള വിമർശിക്കാം, രാഷ്ട്രീയ നേതാക്കൾക്ക് പറയാനുള്ള പറയാം, ഒരു തെറ്റുമില്ല. നമ്മൾ തിരിച്ചു അത് തന്നെയാണ് ചെയ്യുന്നത്. ബാധിതരെ അവഹേളിക്കുന്നത്, ഞാൻ ദുരന്തബാധിതർക്കൊപ്പമാണ്. അവരുടെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തുടക്കം മുതൽ തോന്നിയിട്ടുള്ള കാര്യം. ഈ വയനാട് ദുരന്തം നടന്നതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ ജനം പ്രതികരിച്ചിട്ടുണ്ട്. ജനം പ്രതികരിക്കുക എന്ന് വെച്ചാൽ സഹായങ്ങളായി പ്രതികരിച്ചിട്ടുണ്ട്. ആ ദുരന്ത മുഖത്ത് തന്നെ നമ്മൾ കണ്ടതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് SFI ആവട്ടെ, DYFI ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, KSU ആവട്ടെ, എല്ലാവരും തന്നെ ഉണർന്നിറങ്ങി ആ മണ്ണിൽ ഇറങ്ങി ആളുകളെ തിരയുന്ന ആ കാഴ്ച, അത് മനുഷ്യത്വത്തിന് ഏറ്റവും മനോഹരമായ ദൃശ്യമായിരുന്നു. നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, ആ 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായി കണ്ടറിഞ്ഞ കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJPയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം എന്താണ്, നമ്മളെല്ലാവരും പണം പിരിച്ചു നൽകുന്നു സർക്കാർ. ഈ വയനാട് ദുരന്തത്തിലേക്ക് മാത്രമായിട്ട് 700 കോടിയിലധികം നമ്മൾ പിരിച്ചു നൽകിയിട്ടുണ്ട്. ഞാനും ജിഷ്ണു ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ വേഗം വീടുകൾ വരുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് സർക്കാരിൽ നിന്ന് കേൾക്കുന്നു. പക്ഷേ പലപ്പോഴും അവർ വാടക വീടിൽ കഴിയുന്നവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് കൃത്യമായി മാസം കൊടുത്തിരുന്ന തുക കിട്ടിയിരുന്നില്ല എന്നും സഹായവുമായി ബന്ധപ്പെട്ട് വീടുകൾ എവിടെയായിരിക്കും എന്നുള്ള ആശങ്ക ഒക്കെ തുടക്കകാലത്തുണ്ടായിരുന്നതാണ്. പിന്നീട് സർക്കാർ ഇവർക്കൊക്കെ ഒരുമിച്ച് താമസിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞു. ശരി, അത് നന്നായി വേഗത്തിലാവുന്നെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ 2 കൊല്ലമായി. അപ്പോൾ അതിൽ കുറച്ച് പേർ നമുക്ക് വീട് വേണ്ട, ഞങ്ങളായിട്ട് പോയി നിർമ്മിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർക്ക് 15 ലക്ഷമാണ് കൊടുത്തത്. ബാക്കിയുള്ളവർക്ക് 700 കോടിയിലധികം കൊടുത്തു എന്ന് ഓർക്കണം. അപ്പോൾ ഈ ബാക്കിയുള്ളവർക്ക് 15 ലക്ഷം എന്നുള്ള കണക്ക്, 15 കൊടുത്താൽ മതി എന്നുള്ള കണക്ക് എങ്ങനെയാണ് സർക്കാർ തീരുമാനിക്കുക എന്നുള്ള അറിയണം. ഒന്ന്, അതിൽ 410 വീടുകളാണ് സർക്കാർ നിർമ്മിച്ചു നൽകുന്നത്. അതിൽ 178 പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 1 താക്കോൽ കൊടുക്കുന്നത്. ആ താക്കോൽ കൊടുക്കുന്നത് വലിയൊരു ചടങ്ങായി, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് വലിയ ചടങ്ങായി തന്നെ എല്ലാവരും തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. ആ 178 വീട്ടുകാർ ഞങ്ങളിതാ ഉടനെ താമസിക്കാൻ പോവുകയാണെന്ന ആശ്വാസത്തിലായിരുന്നു. വീടുകൾ നമുക്ക് പുറമേ നോക്കിയാൽ എല്ലാം നിർമ്മാണം പൂർത്തിയായ വീടുകൾ തന്നെയാണ്, സൗകര്യങ്ങളുള്ള വീടുകളാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ അവിടെ വീടിന് എന്താണ് അടിസ്ഥാനപരമായ വെള്ളം, വെളിച്ചം, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. അതായത് കഴിഞ്ഞ ദിവസം വിഷുവാണ്, വിഷു ദിവസവും അവർ വാടക വീട്ടിലാണ്. ഇതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. മാത്രമല്ല അവർക്ക് ദിവസം കൊടുത്തിരുന്ന തുക അതുപോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന പരാതി വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ ദിവസം ഞാൻ മനസ്സിലാക്കിയൊരു വാർത്ത, ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്ന 178-ൽ 40 മാത്രമാണ് പൂർണ്ണമായും താമസിക്കാൻ പാകത്തിൽ ആയിരിക്കുന്നത് ഈ നിമിഷം എന്നുള്ളതാണ്. അപ്പോൾ ഇനി എത്ര വൈകും? സർക്കാർ ഇപ്പോൾ കാവൽ സർക്കാരാണ്. ഇനി എത്ര വൈകും? അപ്പോൾ ആ ചോദ്യം ചോദിച്ചുകൂടെ? ആ ചോദ്യത്തിൽ കുഴപ്പമുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നതിന് എന്താണ് മടി? അപ്പോൾ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിനെ ഒരു തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അത് ഞങ്ങളിതാ ചെയ്യുന്നു, ഞങ്ങളിതാ മുഴുവൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അതിലൊരുമാതിരി ഒരു ഔദാര്യത്തിൻ്റെ ഭാഷ വരുന്നുണ്ട്. ആ ഭാഷ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ട് ഞാൻ പലപ്പോഴായി അത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ചൂടേറിയ ചർച്ചയ്ക്കിടയിൽ അവിടെ ഞാൻ കാണുന്നത് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നു. മുഖ്യമന്ത്രി ഒരു കാരണവരുടെ പരിവേഷം, അദ്ദേഹം ബാക്കിയുള്ളവരെയൊക്കെ അനുഗ്രഹിക്കുന്ന ഒരു കാരണവരായി നിൽക്കുന്ന രൂപത്തിൽ, അത് മുഴുവൻ സർക്കാരിൻ്റെ എല്ലാ പ്രതികരണങ്ങളിലും ആ രൂപത്തിലാണ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത്. അതിൽ CPM ജനറൽ സെക്രട്ടറി പറയുന്ന ഒരു പിതൃബോധം, അല്ലേ? ഒരു പിതൃബോധം, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പിതൃബോധമാണ് വേണ്ടത്. അതെനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെയാണ് അങ്ങനെ പറയാൻ? അപ്പോൾ അങ്ങനെ പറയുന്നതിലേക്ക് ജനറൽ സെക്രട്ടറിക്ക് വരേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു പഴയൊരു തറവാട്ടിലെ ഒരു കാരണവരുടെ അനുഗ്രഹം കാത്ത് നിൽക്കുന്ന കുറച്ച് ഭൃത്യന്മാരും കുറച്ച് അനുചരന്മാരും എന്ന രൂപത്തിൽ, അങ്ങനെ അല്ലാത്തവരോട് കാരണവർ പിണങ്ങും. അങ്ങനെ കാരണവരോട് അധികം ചോദ്യം ചോദിച്ചുകൂടാ, കാരണവരോട് രൂക്ഷമായ ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ, ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ. അപ്പോൾ കാരണവർ വല്ലാത്ത രോഷത്തിലാകും. അപ്പോൾ മോശം പ്രതികരണങ്ങൾ കാരണവരുടെ ഭാഗത്ത് വരും. അതൊരു രാഷ്ട്രീയ ചിത്രത്തരം എന്ന് പറയാം.
നിങ്ങളുടെ സൂക്കേട് എന്താണെന്ന് അറിയാം, ഈ രൂപത്തിലുള്ള ഭാഷ വരും. ഇതൊക്കെ വിമർശിക്കണ്ടേ? ഇത് ചോദിച്ചുകൂടി? അത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ്. ഞാൻ അന്ന് സംസാരിച്ചത് അന്ന് ശരിക്കും ഇലക്ഷന് 2 ദിവസം മുമ്പാണ് 13 പേർ, ആ ദുരന്തബാധിതരായ 13 പേർ, വീട് കിട്ടിയ 13 പേർ അവിടെ പോയി നന്ദി പ്രകടിപ്പിക്കാൻ പോകുന്നു, വീട് കൂടലിന് പാലുകാശിന് ക്ഷണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പാലുകാശ് അവരെപ്പം നടത്തും? അവർക്ക് കറണ്ട് കിട്ടിയോ, വെള്ളം കിട്ടിയോ? അപ്പോൾ അവർക്ക് എന്നാണ് അവർക്ക് കയറി കൂടാനാകുന്ന ദിവസം അവർക്കറിയാമോ? ഇതാരെയാണ് പറ്റിക്കുന്നത്? ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈ സർക്കാരാണ് നാടകം കളിച്ചെന്ന് ഏത് മനുഷ്യനാണ് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നാടകം കളിച്ചു എന്ന് പറയുമ്പോൾ നാടകത്തിൽ അപ്പോൾ അവരെയും കൂട്ടി എന്നാണോ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ കാണുന്ന പാർട്ടി ചാനൽ ദുരന്തബാധയെ അവിടെ പോയി ലസിതയുടെ ബൈറ്റ് എടുക്കുന്നു, ലസിത കരയുന്നു. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഒരു സ്ത്രീ കരയാൻ പാടില്ല. ഞാൻ അവരെ വിളിച്ചു, അവരോട് സംസാരിച്ചു, അവരും കരഞ്ഞു, ഞാനും കരഞ്ഞു. കാരണം എന്നെ അവർ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, അവർക്കത് അറിയില്ല. അവരെ സംബന്ധിച്ച് ആ 3 മക്കൾ പോയ വിഷമം, അവർക്കെല്ലാം നഷ്ടപ്പെട്ട വിഷമം, അവർക്ക് വീട് കിട്ടുന്നു, അവർക്ക് വിവാദങ്ങളിൽ താല്പര്യമില്ല. സ്വാഭാവികമാണെന്ന് ഈ പോയ 13 പേർക്കും അതേ വിവാദങ്ങളിൽ താല്പര്യമില്ല. അവർക്ക് എത്രയും വേഗം അവർക്കൊരു പഴയ അവസ്ഥയിൽ അല്ലെങ്കിലും ഒരു വീട് കിട്ടുക എന്നുള്ളതല്ലേ അവരെ സംബന്ധിച്ച്. അവരെന്തെങ്കിലും തിരിച്ചു പറയും? എന്തെങ്കിലും സർക്കാരിനെതിരെ പറയുമോ? അവർ സർക്കാരിനെതിരെ പറയണമെന്നല്ലേ ഞാൻ പറയുന്നത്. പറയാൻ അവർക്ക് ധൈര്യമില്ലെന്നേ. ആ രൂപത്തിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനതിൽ നാടകം എന്നുള്ള വാക്കിൽ ഉറച്ചു നിൽക്കുന്നത്. ഞാൻ സർക്കാരിൻ്റെ നാടകം അല്ലെങ്കിൽ CPMൻ്റെ നാടകം എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഞാൻ ദുരന്തബാധിതരെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് ആ ദുരന്തബാധിതർക്കറിയാം. അതിൽ നിന്ന് ചിലരെ തിരഞ്ഞു പിടിച്ച് അവരുടെ ബൈറ്റ് എടുപ്പിച്ച് ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചത് കൊണ്ടുവരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അറിയാം, ഏത് രൂപത്തിലേക്ക് അത് കടന്നുപോയത്. അപ്പോൾ ഇതിലൊന്നും സർക്കാരോ CPM അതിൻ്റെ ഭാഗമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കണ്ണടയ്ക്കുന്നു. എവിടെയൊക്കെ പ്രതികരിക്കണം എന്നുള്ളതും എവിടെയൊക്കെയാണ് അവൾക്കൊപ്പം നിൽക്കേണ്ടത് എന്നുള്ളതിലും കൃത്യമായി ഒരു തീരുമാനം അവർക്കുണ്ടത്. ചിലല്ലേ അവരോട് മാപ്പ് പറയണ്ടു. ഞാൻ അന്ന് സംസാരിക്കുമ്പോഴും നമ്മുടെ മീഡിയേറ്റേഴ്സ് നമ്മളൊന്നും വലിയ ആൾക്കാരൊന്നും ആയിട്ടല്ല കേട്ടോ. നമ്മൾ ഈ പരിപാടിയുടെ സ്വഭാവം കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത്. ഉടനെ അഭിസംബോധന ചെയ്യുകയാണവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ചില ബുദ്ധിജീവികളുമുണ്ട്. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാൻ അവരോടാണ് സംസാരിച്ചത്, എനിക്ക് അവരോടേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊന്നും തോന്നേണ്ട കാര്യം ഞാൻ നിങ്ങളെയല്ല പറഞ്ഞതെന്ന് ഞാൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവേണ്ടത് ബോധ്യമായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരൊറ്റ ആളുടെ ബൈറ്റ് എടുത്തുകൊണ്ട് മോശമാക്കിയപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തു. അവർക്ക് എന്നോട് പിണക്കമില്ല. പിന്നെ ഞാൻ ആരോട് മാപ്പ് പറയണം? ഇത് ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും എൻ്റെ അച്ഛനെതിരെ മോശമായി പരാമർശങ്ങൾ വരാറുണ്ട്. CPMനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, CPMന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുന്ന ഒരു വിമർശനം, BJPയിൽ നിന്ന് വരുന്ന വിമർശനം CPMന് അതത്ര പ്രശ്നമല്ല. അതായത് CPMൻ്റെ ഭാഗമായി നിന്ന് അതിൽ നിന്ന് അകന്നു പോയവർ വിമർശിക്കുമ്പോൾ അവർക്ക് പൊള്ളും, വല്ലാതെ പൊള്ളും. അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛൻ ദേശാഭിമാനിയിൽ നിന്നും കൃത്യമായി ജോലി ചെയ്ത് അതിനുശേഷം റിട്ടയർ ആയി പോയ മനുഷ്യനാണ്. അദ്ദേഹം അതിനുശേഷം പാർട്ടിയോട് അകലം പാലിച്ചു എന്നുള്ള സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ടെനറിൻ്റെ അവസാന കാലമായപ്പോഴേ തന്നെ അദ്ദേഹം അത് പ്രകടമാക്കിയിട്ടുള്ളത്. അദ്ദേഹം MN വിജയനുമായി അടുത്ത് നിന്ന വ്യക്തിയാണ്. വിജയ മാഷോട് പാർട്ടി എങ്ങനെയാണ് അവസാനം പെരുമാറിയെന്ന് നമുക്കറിയാവുന്നത്. ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയോട് അകന്നിട്ടുണ്ട്. പിന്നെ എഴുത്തുകാർ, ഇപ്പോൾ വലിയ എഴുത്തുകാരായ VR സുധീഷ് ആകട്ടെ, സന്തോഷ് കുമാർ ആകട്ടെ, ഇപ്പോൾ ജീവനോടെയില്ല TV കൊച്ചുബാവയാവട്ടെ, ഇവരൊക്കെ അച്ഛനെ പറ്റി പറഞ്ഞിട്ടുള്ളതും നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ അനുഭവമുണ്ട്. എഴുത്തുകാരൊക്കെ ഞാൻ ഇന്നും കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ, എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെയായിരുന്നു. കുറേ പേരെങ്കിലും ഇതൊക്കെ കണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ വന്നു. ഇപ്പോൾ OP സുരേഷാണ് ആദ്യം പ്രതികരിച്ചത്. OP സുരേഷ് ദേശാഭിമാനിയുടെ മാനേജറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കോഴിക്കോട് യൂണിറ്റിനെ. അദ്ദേഹം പക്ഷേ അന്നും ഈ മാനേജ്മെന്റ് വിഭാഗത്തിലാണ് പണിയിരുന്നത്. അത് കവിതയൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ട് അങ്ങനെ പേഴ്സണൽ അടുപ്പമുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് PM മനോജിന് പോലും അത് ഒരു തിരുത്തിക്കൊണ്ടുള്ള പ്രതികരണം നടത്തേണ്ടി വന്നത്. ഈ പ്രതികരണം നടത്തുന്ന ആരാണ്? ഇവർക്കൊന്നും ദേശാഭിമാനിയായിട്ടും ബന്ധമില്ല, പാർട്ടിയുമായിട്ടും ബന്ധമില്ല. ഏതൊക്കെയോ ചാവേറുകളായി പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളാണ്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, CPM പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടാലും നിയന്ത്രിക്കില്ല. അതങ്ങനെ പോട്ടെ, ഇത് ഞങ്ങൾ ചെയ്യാത്ത ഇവരങ്ങ് ചെയ്യട്ടെ എന്ന രൂപത്തിൽ മാറി നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ഒരൊറ്റ വനിതാ നേതാവ്, ഒരു സിംഗിൾ മെസ്സേജ് എനിക്ക് ഒരു വനിതാ നേതാവിന് വന്നില്ല എന്നുള്ളത്. ഇന്നലെ വൈകിട്ട് എനിക്ക് ഒരു നേതാവിൻ്റെ ഭാര്യയുടെ മെസ്സേജ് എനിക്ക് പേഴ്സണലായി മെസ്സഞ്ചറിൽ വന്നു. ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് വന്ന മെസ്സേജാണ് കേട്ടോ. ഞാൻ അവരുടെ പേര് പറയാത്തത് എന്താണെന്നറിയോ? ഞാൻ അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്കത് കുഴപ്പമാവും. കാരണം എന്നെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ അവർക്കത് കുഴപ്പമാവുന്നതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ഞാനത് നന്ദിയോടെ ഓർക്കുന്നു ആ പ്രതികരണത്തിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോഴത്തേക്കും കുറച്ച് പേരെങ്കിലും ഒക്കെ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി. നമുക്കിപ്പോൾ ഇവർ എല്ലാവരും പിന്തുണച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയും, ഒരു സ്ത്രീപക്ഷ നിലപാടുണ്ട് എന്ന് പറയുന്നവർ ആ സ്ത്രീപക്ഷ നിലപാട് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാകണം, ഞങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കുന്നവരാവരുത് എന്ന നിലയിലേക്ക് പോകുന്നതിനെ കുറിച്ച് മാത്രം എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. വെച്ചാൽ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പോയ കുറേ എന്തായാലും പറയാം, വിജയമാഷുമായി അടുത്ത് നിന്ന ആൾക്കാർ, ഇപ്പോൾ ഡോക്ടർ ആസാദ് ഉണ്ട്,
അപ്പുക്കുട്ടൻ വള്ളിക്കുന്നൊക്കെ അച്ഛൻ്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്താണ്. അതൊക്കെ ഏത് കാലത്തുള്ള ബന്ധമാണ്? അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവില്ലേ? ഇതൊക്കെ സഹവാസം കൊണ്ട് ഈ പാർട്ടിക്കെതിരെ എവിടെയെങ്കിലും പ്രതികരണം നടത്തുകയോ പ്രസംഗിക്കാൻ പോവുകയോ ഒന്നും അച്ഛൻ ചെയ്തിട്ടില്ല. ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം അച്ഛന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു പ്രതികരണത്തിലൊന്നും പോയിട്ടില്ല. ഞാൻ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രായമായി 80 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിട്ട്? എന്നെ പറയാനുള്ളത് എന്നോട് പറയും. ഇല്ലാത്ത കഥകൾ പറയുമ്പോൾ അതിനെ എതിർത്ത് ഇപ്പോൾ പ്രതികരിക്കാൻ PM മനോജ് വന്നു എന്നുള്ളത് വലിയ സന്തോഷം, നന്ദി, പകുതിയില്ല. അത് ഭയങ്കര രസമാണ്. ഇപ്പം ഞാൻ മീഡിയ വണ്ണിലായിരിക്കുന്ന സമയത്താണ് ഒരു BJP പ്രവർത്തകൻ ഒരു മോശം പരാമർശം നടത്തി. ഞാൻ അയാളെ കേസ് കൊടുത്തു, അത് കോടതിയിലെത്തി. അത് കോടതിയിൽ ഞാൻ അയാളെ നേർക്കുനേർ കാണുകയും ചെയ്തു. അതൊരു ഘട്ടം വരെ എത്തിയിട്ട് അതിനി നീളുമായിരിക്കും. അതല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തന്നെ, റിപ്പോർട്ടിൽ വന്നതിന് ശേഷം 2-3 പരാതികൾ മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു അനക്കം ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് എന്തൊക്കെയോ അന്വേഷിച്ച്, അതായത് നമ്മൾ ആദ്യം കൊടുത്ത കാര്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കും. അതിൻ്റെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് രണ്ടാമത് വിളിക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വിട്ടേക്ക്, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞു. ഇതിലും എനിക്ക് പുരോഗതി ഒന്നും ഉണ്ടാകുന്നില്ല, യാതൊരു പ്രതീക്ഷയില്ല. പക്ഷേ നമ്മൾ കേസ് കൊടുക്കണമല്ലോ, നമ്മളങ്ങനെ മിണ്ടാതിരിക്കുന്നു എന്ന് തോന്നരുത് എന്നുള്ളത് കൊണ്ട് മാത്രം കൊടുക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ സ്വർണ്ണക്കള്ളൻ എഴുതിയ 19കാരനെ എത്ര വേഗമാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ആളെ വേഗം കണ്ടെത്താൻ പറ്റും. ഇതിപ്പോൾ ആൾക്കാരെ കണ്ടെത്താൻ പറ്റില്ല. ഇപ്പോൾ 2 പേരുകൾ കൂടി മെൻഷൻ ചെയ്തിട്ടാണ് പരാതി നൽകിയത്. ഒന്ന് അർജുനായങ്കിയാണ്, ഒന്ന് വൈശാഖൻ. DYFIയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന വൈശാഖനാണ്. ഈ 2 പേരും, ഇതിൽ വൈശാഖൻ നേരിട്ട് ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കോടതി കാണാം എന്നൊക്കെയുള്ള വെല്ലുവിളിയൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പോഴത്തെ ഇടതുപക്ഷ സൈബർ അണികൾ എവിടെയാണ് അധിക്ഷേപം നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന നിഷ്കളങ്കമായ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അതായത് അധിക്ഷേപം വിമർശനം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അധിക്ഷേപിച്ച ഒരു ഉദാഹരണമെങ്കിലും നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളിലേക്കാണ് ഇവർ പോകുന്നത്. പക്ഷെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളും നിരവധി സ്ക്രീൻഷോട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇവർ നിർവചിക്കുന്നതാണ് അധിക്ഷേപം, ഇവർ നിർവചിക്കുന്നതാണ് സ്ത്രീ വിരുദ്ധത എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളിപ്പം ഈ മീഡിയ സംസാരിക്കുമ്പോൾ, ഒരു പ്രതിപക്ഷ സ്വരത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന നിലപാടുകൾ ഒരു ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ. അപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ എന്ന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ഒരു വഴിയുണ്ട്, വന്ന വഴി ആലോചിക്കണം. അത് കുറച്ചു കാലങ്ങളായ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരമായി ഞാൻ സംസാരിക്കുകയാണെന്ന രൂപത്തിലുള്ള പോസ്റ്റുകൾ വരാൻ തുടങ്ങി. പിന്നെ അതിൽ ഇരട്ടപ്പേര് വെച്ചിട്ടുള്ള പോസ്റ്റുകൾ വരാൻ തുടങ്ങി. അതിനൊരു തുടർച്ചയുണ്ടായി. ഇപ്പം സ്ഥിരമായി അത് പ്രയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നടത്തുന്ന ഡിബേറ്റുകളിലെത്തുന്ന CPM പ്രതിനിധികൾ ബോധപൂർവം ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്കെന്താണ് പ്രതിപക്ഷ നേതാവിനെ പറയുമ്പോൾ ഇത്ര പൊള്ളുന്നത്? അതത്ര നിഷ്കളങ്കമായി ചോദിക്കുന്നതല്ലാതെ എനിക്ക് വളരെ വ്യക്തമാണ്. 2-3 പ്രാവശ്യം പെട്ടെന്ന് ഞാൻ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ട്. 2-3 തവണ അത് തുടരും. അപ്പോൾ അതങ്ങനെയുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതങ്ങനെ തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് ഇപ്പോൾ അർജുനായകയുടെ പോസ്റ്റ്. ഞാൻ എന്തിനാണ് അത് പറയുന്നത്? അത്രയും വൃത്തികെട്ട ഒരു പോസ്റ്റിനെ കുറിച്ച് ഞാൻ എന്തിനാ പറയണം? പിന്നെ ഒരു ആശ ആഗി എന്ന് പറഞ്ഞിട്ട് മന്ത്രി വീണ ജോർജിന്റെ പടം DP ആക്കിക്കൊണ്ട് ഒരു ഫേക്ക് ID ഉണ്ട്. അതിൽ നിന്നും ഇതുപോലത്തെ വല്ലാത്ത അസഭ്യ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യം ഞാനെടുത്ത് കാണിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കാണുന്നില്ല എന്ന് പറയുന്നത്, കാണണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഒരു കളത്തിലിട്ടുകൊണ്ട് നമ്മളെ അപമാനിച്ച് അങ്ങ് ഇല്ലാതാക്കാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്തരം പ്രതികരണങ്ങൾ വരുന്നതാണ്. ഇതിപ്പോ ഇങ്ങനെ മാത്രമല്ല, ഓരോ തവണയും ഏത് സ്ത്രീകളായാലും അവനവന്റെ ജോലിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പലതരത്തിലുള്ള സ്ട്രഗിളുകളുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാത്രി നമ്മളിപ്പോ വീട്ടിലെത്തി കഴിഞ്ഞ് നമ്മളൊന്ന് കിടക്കാന്ന് ആലോചിക്കുമ്പോൾ ചിലർ ഈ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യും, കണ്ടിരുന്നോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ അതിന്മേലാണ് ആലോചന ഉണ്ടാവും. ഉറപ്പായിട്ടും നമ്മളെ ബാധിക്കുമല്ലോ. എനിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ബാധിക്കാറൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഇത്തവണ വന്ന കാര്യങ്ങൾ കുറച്ച് എല്ലാ പരിധിയും കടന്നു പോകുന്ന ഒരു കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ മാത്രമല്ല, എൻ്റെ അച്ഛനെയൊക്കെ ഉൾപ്പെടുത്തി പറയുന്ന കാര്യം നമ്മൾ സ്വാഭാവികമായും നമ്മുടെ മകനെയൊക്കെ ബാധിക്കുമല്ലോ. അവന് പ്രശ്നങ്ങളുണ്ടായി, അതെന്നെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് ഞങ്ങൾ പോട്ടെ, ഞാൻ നോക്കാറുമില്ല. ഈ പറയുന്ന അതിൽ യൂട്യൂബിലായാലും അടിയിൽ വരുന്ന കമൻറ്റുകളൊന്നും ഞാൻ വായിക്കാറില്ല. പറഞ്ഞു കേൾക്കുകയും ചിലർ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം പക്ഷെ വന്നാൽ സർക്കാരിനെ പ്രതീക്ഷയോടെയാണ് നമ്മൾ നോക്കുക, സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണെങ്കിൽ കുറേ കാര്യങ്ങൾ പരിശോധിച്ച് ഒരു തരത്തിൽ പഠനം നടത്തിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് പറയാം. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയാണെന്ന് നമുക്കറിയില്ല. മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കുമെന്ന് നമ്മൾ നോക്കും. അങ്ങനെയല്ല എങ്കിൽ ഉറപ്പായിട്ടും വിമർശിക്കുമല്ലോ. അങ്ങനെയാണല്ലോ മാധ്യമപ്രവർത്തനം മുന്നോട്ട് പോകും. ഒന്നാമത്തെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്നാണ്. ഒന്നാമത് സഹാനുഭൂതി വേണം, മനുഷ്യത്വം വേണം, അല്ലേ, ജനാധിപത്യ ബോധം വേണം. പിന്നെ എന്താണ് ഏറ്റവും ആദ്യമായിട്ട് മതേതര നിലപാട് വേണം. ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് എൻ്റെ നിലപാട്. അങ്ങനെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
ജീവിത പരിസരം നിരീക്ഷിച്ചാൽ അത് പൂർണ്ണമായ ഒരു ഇടതുപക്ഷ പരിസരത്ത് ജീവിച്ചു വന്ന ഒരാളാണ്. കരിയർ തുടങ്ങിയതാണെങ്കിലും ദേശാഭിമാനി, കൈരളി പോലെയുള്ള ഈ സ്ഥാപനങ്ങളിലൂടെയാണ് കരിയർ തുടങ്ങുന്നത്. അതിനുശേഷവും എടുക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷമാണ് എന്ന് തന്നെയാണ് ഉറച്ചു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിമർശനം നേരിടുന്നത് ഇതാണ്, കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നെറേറ്റീവിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത്. ഇടതുപക്ഷത്തെക്കുറിച്ച് എന്താണ് നിലപാട്? എങ്ങനെയാണ് ഇപ്പോഴും ഇടതുപക്ഷമായി നിൽക്കുന്നത്? ഇടതുപക്ഷത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഇടതുപക്ഷം എന്നുള്ളത് യഥാർത്ഥ ഇടതുപക്ഷം നല്ല ഇടതുപക്ഷമാണല്ലോ. നല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷം എന്നുള്ളതാണ് നല്ല പക്ഷം എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ പോലും അംഗീകരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇടതുപക്ഷ നിലപാടിൽ നിന്ന് CPM പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ് CPM വിമർശിക്കാനുള്ള ഒരു കാരണം. എൻ്റെ വീട്ടിലെ ജീവിതം, ഞാനൊരു ഡിഗ്രി വരെ എൻ്റെ കാതും ഒന്നും കുത്തിയിട്ടില്ല, സ്വർണ്ണം ഇടാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ ബഹളം വെച്ചിട്ടാണ് ഞാൻ ഡിഗ്രി ആയപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് പോയി ചെയ്തതാണ്. ഒരു മാസം എന്നോട് അച്ഛൻ മിണ്ടിയിട്ടില്ല. ഇതൊക്കെയാണ് പാർട്ടി ജീവിതം എന്നാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. അമ്പലത്തിൽ പോകാൻ സമ്മതിക്കില്ലായിരുന്നു, കുളിച്ചും പാത്തുമാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നല്ല ഭക്തയാണ്. അപ്പോൾ നമ്മൾ നമ്മളുടേതായ തീരുമാനം എടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇതൊന്നും അടിച്ചേൽപ്പിക്കേണ്ടതല്ല, അതൊക്കെ അവർക്ക് പറ്റിയ പിഴവുകളായിരിക്കാം. അപ്പം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച് വളർന്നതാണ്. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെയാണ് കണ്ടിട്ടുള്ളത്. ഈ വെള്ളാപ്പള്ളി നടേശനെ ഈ പറയുന്ന മാനായിട്ട് സ്വീകരിക്കുന്നതും ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘം നടത്തുന്ന പ്രസംഗങ്ങളും മുസ്ലിം ലീഗിൻ്റെ പക്ഷവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പക്ഷേ കോഴിക്കോട് ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്കിടയിലാണ് ഞാൻ വളർന്നത്. എനിക്കിപ്പോഴും ഉള്ള അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ആ കുടുംബങ്ങൾ നമ്മളുമായിട്ടൊക്കെ എത്ര ക്ലോസ് ആണ്, അവർ എങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് എനിക്ക് കൃത്യമായിട്ട് അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കെതിരായ പ്രതികരണങ്ങൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതൊരു രാഷ്ട്രീയമായ സമീപനമായി മാറുമ്പോൾ അത് CPM നിന്ന് സംഭവിക്കുന്നതെന്ന് കാണുമ്പോൾ ഭയങ്കര ഞെട്ടലുണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ വൈകാരികമായി പോകും പ്രതികരണം. അതാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷം CPM എന്നുള്ള പാർട്ടി ഇടതുപക്ഷ നിലപാടിൽ നിന്നും മാറിപ്പോകുന്നു, അത് വലതുപക്ഷ സമീപനത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് അത് വിമർശിക്കേണ്ടതാണ് ഞാൻ കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി ദേഷ്യം കാണിക്കുന്നത് ജനങ്ങളോട് ദേഷ്യം കാണിക്കുന്നത് തുല്യമാണ്. കാരണം നമ്മൾ ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ സൂക്കേടാണ് എന്ന് പറയുകയാണെങ്കിൽ ജനത്തിന് മുഴുവൻ സൂക്കേടാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോൾസ് വരുമ്പോൾ സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ട്. അതൊരു ചാരിതാർത്ഥ്യം തന്നെയാണ്.